മലയാളം നമ്മൾ FB യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഗെയിമിൻ്റെ ഇൻവിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. ഒരേ ഇൻവിറ്റേഷൻ ഒരേ നോട്ടിഫിക്കേഷൻസ് തന്നെ പലവട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടും വരാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണൊന്ന് ഡിസേബിൾ ചെയ്തിടുക, എങ്ങനെയാണൊന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. മാരിയോ 2016 പോലുള്ള ഗെയിംസ് കാര്യങ്ങൾ ഇൻവിറ്റേഷൻ വരുന്ന സമയത്ത് അത് ഒരേ ഇൻവിറ്റേഷൻ തന്നെ പലവട്ടം അയക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സിന് എന്തിനാണ് പിന്നെയും ചെയ്യുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഗെയിമിന് പെർമിഷൻ കൊടുത്തു കഴിയുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ഇതിൻ്റെ ഇൻവിറ്റേഷൻ അയക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളല്ല ആ ഗെയിമിൻ്റെ ആ ആപ്പ് വഴി തന്നെയാണ് നോട്ടിഫിക്കേഷൻസ് പോകുന്നത്. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഇൻവിറ്റേഷൻസ് എങ്ങനെ ഡിസേബിൾ ചെയ്തിടാം FBയിൽ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് എടുക്കുക. അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അക്കൗണ്ട് സെറ്റിംഗ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻസ് കാണാം. നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയതിനു ശേഷം നോട്ടിഫിക്കേഷൻ ഫ്രം ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഫ്രം ആപ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതൊക്കെ ഗെയിംസ് ഇൻവിറ്റേഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് ഇപ്പോൾ ഇവിടെ കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ഗെയിംസ് ആണ് വേണ്ടാത്തത് അതൊക്കെ ഡിസേബിൾ ചെയ്യാം. ആ ടിക്ക് ഇട്ട് ഇരിക്കുന്നത് നമ്മൾ പോക്കിയാൽ മാത്രം മതി. ഞാൻ ഇവിടെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. ഇപ്പം എനിക്ക് വേണ്ടാത്ത നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ചു വരികയാണ്. തിരിച്ച് അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. വീണ്ടും അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് ആപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ പ്ലാറ്റ്ഫോം എന്നുള്ള ഓപ്ഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്യുന്നത് കാരണം ഇനി ഗെയിംസിന് വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ഇൻവിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് വരില്ല. ഇനി ഇത് ഓഫ് ചെയ്യേണ്ടെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് തിരിച്ച് ഓൺ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വന്ന നോട്ടിഫിക്കേഷൻ ഒഴിവാക്കാനാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ ഫ്രം ആപ്സ് ഡിസേബിൾ ചെയ്തിടുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും ഒരു അറിവായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഞങ്ങളുടെ ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി അറിയണമെങ്കിൽ എന്താണെന്നുള്ളത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.